എന്തിനാ പപ്പി ബഹളം വെക്കുന്നു? പപ്പി എന്തിനാ ബഹളം വെക്കുന്നു? വെറുതെ. ഇന്ന് 2 അമ്മമാരുള്ള ദിവസമാണ് കേട്ടോ. ഓ ഇല്ല ഏയ് ചെറുതൊന്നും മുട്ടടാറായിട്ടില്ല. തേങ്ങ കൊത്തിട്ടിട്ട് വറ്റ. 2 പേരും അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടോ ഞാൻ രാവിലെ. അപ്പോൾ പിന്നെ അമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഉണ്ടാക്കാന്നുള്ളത്. ചിക്കൻ അപ്പോഴേക്കും ഒരു സന്തോഷം കൂടി ഉണ്ട്. എന്തെന്നറിയോ? പറയും എന്താ പറയണ്ടേ? ഇന്നൊരു സന്തോഷം കൂടി ഉണ്ടായിന്ന്. എൻ്റെ 2 അനിയന്മാരല്ലേ ഇല്ലേ, അതല്ല അത് വേറൊരു അനിയനും കൂടി ഉണ്ട് കേട്ടോ, കോഴിക്കോടുള്ളത്. അവൻ വന്നിരുന്നു. സുന്ദു, അനിൽ എന്നാണ് കേട്ടോ പേര്. സുന്ദു എന്നാണ് വിളിക്കുക. ഭയങ്കര നമുക്ക് ഒരുപാട് അവനെ കൊണ്ട് എങ്ങനെ പറയുക, ചില സമയത്ത് ദൈവത്തിൻ്റെ പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദൈവത്തിൻ്റെ പോലെ. പക്ഷെ ഞങ്ങൾ 2 പേരും പെട്ടെന്ന് തെറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ. വലിപ്പമാണോ? നല്ല കടിച്ചെടുക്കാൻ പറ്റും. തേങ്ങ കൊത്തിട്ടിട്ട് വരട്ടാന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഇത് ഇങ്ങനെ നടുക പൊളിച്ചപ്പോൾ തേങ്ങ ഇതായിക്കണോ. അപ്പം എന്നാൽ ശരിയോ എന്ന്. അപ്പോൾ സ്വന്തവും അവൻ്റെ മക്കളും വന്നിരുന്നു. അപ്പോൾ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. കുറച്ച് നേരം നിന്ന് വീടൊക്കെ കണ്ട് നിന്നിട്ടാണ് പോയത്. കുറേ ആയി ഞാൻ കണ്ടിട്ട് എന്ന് മാത്രമല്ല, കുറേ ആയി വിളിച്ചിട്ടും കുറേ ആയി. അവർക്കും തിരക്ക്, നമുക്കും തിരക്കില്ലമ്മ, വെളിയും സംസാരമൊക്കെ. പക്ഷേ ഒരുപാട് എങ്ങനെ പറയുക, ഒരുപാട് നല്ല നല്ല നമ്മുടെ അമ്മൂട്ടിയുടെ പേരൊക്കെ ഇട്ടത് അവനാണ് കേട്ടോ. അപർണ എന്നുള്ളത് പേരിടും ഒക്കെ ചെയ്തിരുന്നത്. ഭയങ്കര സന്തോഷം. പക്ഷെ കഴിക്കാനൊന്നും നിന്നില്ല, കഴിക്കാൻ നിൽക്കില്ല. മലമ്പുഴ കാണാൻ പോവല്ലേ? അവർ മലമ്പുഴ കാണാൻ പോവുക. നമ്മുടെ ഇവിടെ നിന്ന് കുന്നപ്പുള്ളിക്കാവിൽ വിഷുവേലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ആകുമ്പോൾ കോങ്ങാട് പോയി നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തേ? എന്നാ അവിടെ വിഷുവേലയാണ് കാഞ്ഞിരത്തേ. അതിനെന്തേ? ഞാൻ കാഞ്ഞിരത്തല്ല, രാപ്പറ്റന്ന്. എല്ലായിടത്തും കൂടി വിഷുവേല ഉണ്ടോ? രാപ്പറ്റ എവിടെ? സുന്ദൂൻ്റെ വീടിൻ്റെ അവിടെ. ആ അമ്പലത്തിലോ? കുണ്ടുക്ക അമ്പലത്തിലോ? നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അവിടേക്ക് വിഷുവേലയ്ക്ക് അല്ലേ? അതുകൊണ്ട് കഴിക്കാൻ ഇട്ടുകൂടാറുന്നില്ലേ? അപ്പോൾ തേങ്ങയായോ? തേങ്ങയൊക്കെ അപ്പം തരാം. കുറച്ച് പോരെ? കുറച്ച് മതി. കുറച്ച് ബാക്കിയുള്ള നമുക്ക് ചമ്മന്തി അരയ്ക്കാം അല്ലേ? അമ്മ ഇവിടുത്തെ അമ്മ എവിടെ ചോദിച്ചാൽ അമ്മ കഴിക്കുകയാണ് കേട്ടോ, ഭക്ഷണം കഴിക്കുകയാണേ. അമ്മയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് വയ്യായ വരും. അപ്പം അതാണ് കേട്ടോ അവിടെ. ഇത് മതിയോ? അത് മതി. ഇത് മതിയോ? ഇല്ലടി, കുറച്ചും കൂടി ഒരു 4 കഷ്ണം കടിക്കാൻ കുട്ടികൾക്ക്. ഇത് മതി. തേങ്ങയൊക്കെ പൊന്നും വിലയാണമ്മ. അല്ലേ? ആദ്യം ഇട്ട് മൂപ്പിക്കേണ്ടതായിരുന്നു കേട്ടോ. വേണ്ട, എങ്ങനെ ഇട്ടാലും മതി. നല്ല മൂപ്പിച്ചാൽ പിന്നെന്താ, തേങ്ങയ്ക്കൊരു അതിൻ്റെ നീരും കൂടെ ഇറങ്ങണ്ടേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാൻ എൻ്റെ കോഴികളെ തല്ലി ശരിയാക്കൂട്ടമ്മ. ഞാൻ കോഴികളെ ഒരു ചെടിയും വയ്ക്കാൻ പറ്റില്ല. ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മത്തൻ്റെ വള്ളിയേ കുറച്ചിതായതാ കണ്ടോ, മണ്ണിൽ കളിക്കുന്നത് അവള്. അവളുടെ വിചാരം അവൾ ആരാന്നാ. മണ്ണ് കൊത്തു നോക്ക്. എനിക്ക് പറക്കി അവള് കുളിക്കാണ്. പച്ചവെള്ളം തരടി. ഇങ്ങനെ കുളിക്കുക കോഴികൾ കണ്ടോ? അതെ, അതിനാണ് അവർ മണ്ണിൽ കിടന്നതൊക്കെ. എല്ലാ കോഴിയും ഇങ്ങനെ കുളിക്കുക. എല്ലാവരും ഇങ്ങനെ കുളിക്കുക. അവരെ കുളി അതാണ്, അല്ലാതെ അവർ വെള്ളത്തിലിറങ്ങി കുളിക്കുമോ? അപ്പോൾ നമ്മളെന്തിനാ മുട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നീക്കാതെ ചെയ്യുമ്പോൾ കുളിപ്പിച്ച് വിടണത്? അത് പൊരുന്നാതിരിക്കാം. എന്താ കറിവേപ്പിൻ്റെ ഇലല്ലേ? കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. ഉണ്ടേ, കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. വെള്ളമില്ലാണ്ട് വരട്ടിയെടുക്കാൻ. എവിടെയാണ്? അതോ കുഴമ്പനാക്കണോ? എവിടെ കുട്ടി? എവിടെ? ആ ഇതില് തോന്നണു. എവിടെ? ഫ്രിഡ്ജിന്റെ ഉള്ളില്. നമ്മുടെ ഈ ഉള്ളിലൊന്നും കാണാല്ല. നമുക്ക് മുതലായില്ല ഏട്ടാ. ഞാൻ എടുക്കാം ഏട്ടാ. എന്താ ചതുവേം പൊട്ടിയില്ലേ? അത് വിശ്വസിച്ച് സിമെന്റ് ഇട്ടിട്ട് അടയ്ക്കാൻ പറ്റത്ര അടി. എന്ത് ഈ ചട്ടി പൊട്ടി ആ സിമെന്റ് തേച്ച് വിട്ടാ അടിയിൽ ചോട്ടില്.
പണ്ട് സിമൻറ്റും ശർക്കരയും പിന്നെ എന്തോ ഒരു സാധനം കൂടി കൂട്ടിയിട്ട് അരയ്ക്കും. എന്നിട്ടത് കറുപ്പില്ല കഴുകി വെച്ചാണേ അതുകൊണ്ട് കറുപ്പില്ല അങ്ങനെ ഇട്ടാൽ ഉപ്പ് നാടൻ കറിവേപ്പിലേന്ന് കേട്ടാ. ഉപ്പ് കല്ലുപ്പടിയാണേ. കല്ലുപ്പ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മരുന്ന് പറഞ്ഞു തന്നതാണ് കേട്ടെന്ന്. ഉപ്പിടാതെ ഭക്ഷണം കഴിക്കുക, ചോറിലും കൂട്ടാനിലും ഒന്നും ഉപ്പിടാതെ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ നമ്മളധികം ഭക്ഷണം കഴിക്കൂല. അപ്പം നമ്മുടെ തടിയില്ലേ പിന്നെ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യുക. അപ്പം തടി വേഗം പോത്രേ. അത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തടി കുറയണ്ട. വെള്ള കളറിലുള്ളത് പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ ഉപേക്ഷിക്കുക. ഉപ്പിടാണ്ട് കറി വെച്ചാൽ ചോറിനാൻ പറ്റുമോ? ഒക്കെ അങ്ങനെ ശീലിച്ച് കഴിഞ്ഞു വെച്ചാൽ എന്താ വേഗം തടി കുറയത്രേ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കഴിക്കില്ലല്ലോ. എന്താ ലേനിയേട്ട ബുദ്ധി? അപ്പോൾ എന്നാൽ പിന്നെ ചോറും വെള്ളയല്ലേ, ചോറ് മാറ്റേണ്ടി വരും. ചോറ് കഴിക്കണ്ടെന്ന് തന്നെ പറഞ്ഞതേ. ആ ചോറ് ഒരു നേരം കഴിക്കുക, അത് അളവ് കുറച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കാൻ. ആവിയിൽ വേവിച്ച സാധനങ്ങൾ, പച്ചക്കറികൾ മാത്രം. അതിനൊന്നും നമ്മുടെ വീട്ടിലിപ്പോൾ നടക്കില്ലോ. വെറുതെ നമ്മൾ പൂതി കെട്ടിട്ട് പോയി കുറേ കഴിയുമ്പോൾ കുറയും. എനിക്ക് അങ്ങനെ തടിയൊന്നും ഇല്ല കേട്ടോ. എന്താ ഒരുപാട് ഓവറായിട്ടുള്ളതൊന്നും. ഈ പൊളുക്ക നെറ്റിയിട്ടിട്ടാണ് നിങ്ങൾക്ക് ഞാനെന്താ വെച്ചാൽ നല്ല ലൂസുള്ള നെറ്റിയൊക്കെ ഇടുമ്പോൾ തോന്നുകയാണ് നല്ല തടിയാണ് എന്നുള്ളത്. അത്ര വലിയ തടിയൊന്നുമില്ല. പക്ഷെ എൻ്റെ കെട്ടിയെന്നെ എപ്പോഴും പറയും നീ തടിയാണ്, നീ തടിയാണ്, നീ തടിയാണ്, തടി ഉറക്കി. എന്താണെന്ന് പറയാം. മൂടിയൊക്കെ ഈച്ച വിടില്ല, ഒന്ന് ഇളക്കട്ടെ. എൻ്റെ കണ്ണിക്ക് ആവി കയറിയിട്ടാണേ. നിൽക്കാൻ പറ്റില്ല. ചൂട് നല്ലോണ്ടേ. ചാർപ്പായി ചൂടായാൽ പിന്നെ നോക്കണം. ഞാൻ മൂടിയാണ്ട് വെച്ചാൽ തട്ടിപ്പൊത്തി കയറും. എവിടെ ഇവിടുത്തെ അമ്മ കടക്ക കഴിഞ്ഞില്ലേ? കടക്ക മൂട കുട്ടിയ ചൂടല്ലേ ഇവിടെ? എന്താ വേണം മുല്ലപ്പൂവിലേ? ഭംഗിയാ മുല്ല. മുല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ആർക്കും പൂ വേണ്ടാന്നേ ഉള്ളൂ. പിന്നെ അതിന് ഇതാ ഈ മഴ പെയ്തില്ലേ, മഴ പെയ്ത തന്നെ ഉണ്ടാവട്ടെ. കാണാൻ നല്ല ഭംഗിയാ. കാണാൻ നല്ല ഇതൊക്കെ ഇപ്രാവശ്യം അങ്ങോട്ട് ഇതായതാണ്. ഇങ്ങനെ മുല്ലപ്പൂ എവിടെ ഉണ്ടാവില്ല. മമ്മിയുടെ അവിടെയൊക്കെ ഉണ്ട് കുറച്ച്. ആ നിറച്ച് പൂവും നല്ല ഉണ്ട അല്ലേ? അച്ഛനും അമ്മൂനെയൊക്കെ കണ്ടിട്ട് ചെറുപ്പത്തിൽ അച്ഛൻ വെച്ചതാണ് ഇതൊക്കെ. കിണറ്റിൻ്റെ അവിടെ 4 ഭാഗത്തും ഉണ്ടായിരുന്നതാണ്. കിണറ്റത്തേക്ക് അവിടത്തേക്ക് നമ്മൾ വലിച്ചു കളഞ്ഞു കേട്ടോ. ഇനി ആ കിണറിൻ്റെ അവിടെ 4 സൈഡും വെക്കണം. കിണറിൻ്റെ അവിടെ ഒന്നും വെക്കണ്ട. എന്താണെന്നറിയാം, പച്ചിലിപ്പാമ്പ് വരും. ഇത് വെച്ചാലോ ചിലപ്പോൾ അങ്ങനെ പച്ചിലിപ്പാമ്പ് വരാൻ സാധ്യതയുണ്ട്. ആ പാമ്പൊക്കെ ഏതിലും വരികയെ. ഇതിലിപ്പോ വണ്ടങ്ങ എങ്ങനെ അറിയണത്? സ്വന്ത പോലെ നിൽക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു അമ്മ വിഷുവിന് വന്നില്ലേന്ന്. അമ്മ വിഷുവിന് വന്നത് വീഡിയോ കണ്ടിട്ടില്ല തോന്നുന്നു അല്ലേ? അമ്മ വന്നു. ഇന്നാണ് കേട്ടോ കാഞ്ഞിരത്തുനിന്ന് അമ്മ വന്നത് അല്ലേ? ഞാനിന്ന് വൈകുന്നേരം പോകുന്നില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം പോവില്ല കേട്ടോ. നാളെ വൈകുന്നേരത്തെ അമ്മ പോവുള്ളൂ. അമ്മ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ടിക്കറ്റ് എടുത്തിട്ടാണ് വരിക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സമയം കൂടി നോക്കിയിട്ട്. ഇന്ന് പോവില്ല, നാളെ വൈകുന്നേരത്തേ പോവുള്ളൂ. എന്താ ഇന്ന് എവിടേക്കേ വേലി. എനിക്ക് വിഷ് കഴിഞ്ഞിട്ടൊന്നും തന്നില്ല പിന്നെ ആരും. പറഞ്ഞ വിഷു ഇല്ലാന്ന് വിഷ് കഴിഞ്ഞിട്ട് വേണോ? ഞാനതാ വിഷ് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നും ആരുടെ അടുത്ത്. അപ്പൊ എന്താ വിഷുക്കണി എന്താ? വിഷ് കഴിഞ്ഞിട്ടൊക്കെ വേണ്ട, വിഷു കഴിഞ്ഞിട്ട് വേണ്ട. ഇപ്രാവശ്യം വാങ്ങണില്ല. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എന്താ വിഷുക്കണി വെച്ചില്ലേ? എന്താ നിങ്ങൾ വിഷുക്കണി വെക്കാനി എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ കുട്ടിയച്ഛൻ മരിച്ച അച്ഛൻ്റെ അനിയൻ മരണപ്പെട്ടതും കൊണ്ട് നമുക്ക് വിഷു ഇല്ല. തറവാടുമാണ്, പിന്നെ ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ വീട് തറവാടാണ് കേട്ടോ. കുട്ടിയച്ഛൻ്റെയൊക്കെ തറവാട് വീടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പാടുമല്ലോ അമ്മ? പാടില്ല.
രണ്ട് കുട്ടിയച്ചന്മാര് മരിച്ചു. 2 കുട്ടിയച്ചന്മാർ മരണപ്പെട്ടൊക്കെയാണ് കേട്ടോ. അപ്പം അത് കാരണമാണ് ചിലവർ പറഞ്ഞത് നിങ്ങൾ നോമ്പ് പിടിക്കാനും വേറെയുള്ള ആചാരങ്ങളൊക്കെ ചെയ്യും, ഇതൊന്നും നിങ്ങൾ ചെയ്യില്ലാന്ന്. നമ്മുടെ പഴയ വീഡിയോടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ വിഷുവിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ ചെയ്യണത്. പറ്റാതെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നാട്ടിലേക്ക് ഓരോ ആചാരങ്ങളല്ലേ അല്ലേ. നമ്മളതിന് ചെയ്യില്ലല്ലോ, ഒരു കൊല്ലം കഴിയാതെ വിഷുക്കണി വെക്കില്ല, ഓണം കൊള്ളില്ല, അങ്ങനെ അതൊക്കെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്, ഇന്നലെ ഇട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സുകന്യയുടെ ഇതാണ് കേട്ടോ, അത് സെറ്റ് മുണ്ടാണ്. പിന്നെ ഞാൻ ഓണത്തിനെടുത്ത ഫോട്ടോഷൂട്ടിനെടുത്ത ബ്ലൗസുമാണ്. അപ്പോൾ അത് ഇന്നലെ എടുത്തതേ ഉള്ളൂ, പുതിയ കോടിയൊന്നും അല്ല കേട്ടോ നമ്മളെടുത്തത്. അപ്പം അങ്ങനെയൊക്കെ ചിലവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് പുതിയതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടേ. അവളുടെ അതന്നെ അറിയണേ, അവളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവൾ ആ ഡ്രസ്സ് ഇട്ടിരുന്നു. അപ്പോൾ അവൾ അവിടെ തിരുമ്പിയിട്ടിരുന്നു. ഞാനത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടപ്പോൾ എനിക്കൊന്നും എടുക്കാൻ തോന്നി അങ്ങനെ. അപ്പോൾ കാഞ്ഞിരത്ത് ഇന്നലെ ഞാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അടയൊക്കെ ഉണ്ടാക്കാണ്ട് കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. പ്ലാച്ചിൻ്റെ ഇല കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഇപ്രാവശ്യം അനിയേട്ടൻ അട ഉണ്ടാക്കിയിട്ട് കഴിച്ചേ ഇല്ല. അനിയേട്ടന് പറ്റിയില്ല. പ്ലാച്ചിൻ്റെ ഇല തന്നെ വേണമെന്ന്. അതിന് പ്ലാച്ചിൻ്റെ ഇല ഇല്ല കുട്ടി, എവിടെ ഇല്ല. നമ്മളെ മരങ്ങൾ കൊടുത്തതിൽ പോയി, മറ്റേത് അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. അത് ആ മരങ്ങൾ മുറിച്ചതിലില്ലേ, ഞാനന്ന് മുറിക്കണ്ട പറഞ്ഞു കേട്ടോ. അത് മുറിച്ചു അവിടെ ഉണ്ടായിരുന്നാണേ, ഒറ്റ വെട്ട്. ഞങ്ങൾ അവിടെ പോയാൽ പിന്നെ നമ്മൾ ഇരക്ക് തണ്ടിയിട്ടില്ല അല്ലേ, കൊല്ലം ഇട തണ്ടി. അനിയേട്ടൻ എന്നിട്ട് പറയാണ് എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുന്നത്, എവിടെന്നെങ്കിലും കിട്ടുന്നില്ലേ. അപ്പോൾ അത് കാരണം ഏട്ടൻ എത്ര നമ്മള് എന്താ നല്ല രീതിയിൽ കണി വയ്ക്കും, അടണ്ടാക്കും, പടക്കം പൊട്ടിക്കും ഒക്കെ നമ്മൾ ചെയ്യൂട്ടോ. പിന്നെ എല്ലാം അതും നമ്മൾ ചെയ്യാറുണ്ട്. വിഷു കൈ നീട്ടം കൊടുക്കലും അല്ലമ്മ, വിഷു സദ്യ ഉണ്ടാക്കലും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കിങ്ങനെ ഇതാവുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ അതന്ന് വിഷു കഴിഞ്ഞില്ല, ഇന്നിപ്പോൾ കിച്ചുവിന് പടക്കം വേണോ പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര വാശിയായിരുന്നില്ലേ. അപ്പം ഇന്ന് കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പടക്കം വാങ്ങി അവൻ എന്താ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് അവനെ ഓർമ്മ വരുമ്പോൾ അവൻ എടുത്ത് പൊട്ടിക്കുന്നു. എന്നോട് പറയണ അമ്മമ്മ വരുന്നെന്ത് എന്നോട് പറയാൻ ഞാൻ പടക്കം പൊട്ടിച്ചു. വണ്ടി വരെ സൗണ്ട് കേട്ടില്ല അത്ര അവന് പടക്കം പൊട്ടിച്ചായിരുന്നു. അവ അതന്നെ ഇന്നലെ വന്നപ്പോൾ എന്താ പറയുന്നതെന്നറിയോ, അച്ഛമ്മ വന്നിട്ടുണ്ട്, ഇനി അച്ഛമ്മേനെ വിടണ്ടാട്ടമ്മ, അച്ഛമ്മ പൂവച്ച ന്യൂസ് വിടണ്ടാട്ടോ എന്ന്. അവനാണ് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. പെണ്ണുങ്ങൾ പിന്നെ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ ചെക്കന് 1 മാസം മുമ്പേ വന്നപ്പോൾ സാധ്യത 2ാമത്തെ ഞാൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അമ്മ ഇത് അച്ഛമ്മ വരുന്നു, കഞ്ഞി കൊടുക്കാമ്മ, അച്ഛമ്മക്ക് കഞ്ഞി കൊടുക്കാമ്മ, കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ അച്ഛമ്മ, കഞ്ഞി കൊടുക്കാമ്മ. എന്താ പറയലറിയോ, അതിന് അവർക്കൊക്കെ ഒന്നും പറയില്ല വലുത്. അവനാണ് കുഞ്ഞനാണ് ശരിക്കും പാവം, നല്ല പാവം, പൊട്ടിത്തെറിപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ. എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു. ചെക്കൻ്റെ മുഖമൊക്കെ ചെറുതായ പോലെ. ഞാനപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്താ അനിയേട്ടൻ എന്താ നിന്റെ കയ്യിന് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് അവൻ മുഖത്തേക്ക് നോക്കുമ്പോൾ സങ്കടം വരിക. ആ കുട്ടിയെ ഞാൻ എന്തായാലും സമ്മതിച്ചേക്കണോ, വേദനയല്ലേ. അതിൽ അത്രയും കൈ പറ്റിയിട്ട് അത് മുണ്ടാതെ അങ്ങനെ ഇരിക്കാന്നല്ലാതെ. ഇവനൊരു കൊല്ലം ഇവിടുന്ന് പിന്നെ കാട്ടേരി അയ്യപ്പങ്കാവിന്ന് കെട്ട് നിറച്ച് പോകാണ്ടായി. അപ്പോൾ എത്ര കൈ കഴിഞ്ഞിട്ട് അറിയാം. അപ്പം ഇവന് 2 വയസ്സാണോ 3 വയസ്സാണോ എന്ന് ഓർമ്മയില്ല. അവിടെ വെച്ചൊരു വീഴ്ചയുണ്ടായി, അയ്യപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട്. കെട്ട് നിറച്ച് പോയിട്ടില്ല, കെട്ട് നിറക്കിയാ തോന്നുന്നു. ഇവങ്ങനെ ഓടിക്കളിച്ച് ഇതിൻ്റെ പിന്നാലെ ഓടിയെത്തണ്ടേ. വായി അപ്പോൾ പൊന്നൂസിൻ്റെ എന്ത് ആ പ്രായം തന്നെ തോന്നുന്നു. അങ്ങനെ ഓടിപ്പോയിട്ടാണ്ട് കത്തിക്കണ്ട. അവൻ കരഞ്ഞതും ഇല്ല, അവിടെ നിന്ന് മുഴച്ചതും പറ്റിയില്ല. അങ്ങനെ അവന് വേദന അറിയാണ്ടാണോ ആ കുട്ടിക്ക് പറയാണ്ടാണോ എന്താന്ന് അറിയില്ല. ശബ്ദ വേദന അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവേ. അതിന് അംഗനവാടി വിട്ട് വന്നതും അവൻ കടന്നുറങ്ങിയില്ലേ. പിന്നെ നിങ്ങൾ വന്നിട്ടാണോ ഒന്ന് നീച്ചതേ. അപ്പൊ കടന്നുറങ്ങിട്ടാ, അല്ലെങ്കിൽ അമ്മ വരുമ്പോ അമ്മമ്മ വന്നു പറഞ്ഞിട്ട് കരയില്ല. പക്ഷെ അവന് ഇതും വേണ്ടേ പറയാ, വേറെയുള്ളവരുടെ പോലെ ഇല്ല കേട്ടോ. അങ്ങനെ വാശിയും കാര്യങ്ങളൊക്കെ അവന് കമ്മിയാണ്. അവനെന്തെങ്കിലും ഇഡ്ഡലിയോ പൊരിച്ചില് മാത്രമേ ഉള്ളൂ. കുട്ടികള് പാവ. നമ്മളിതിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ടു കേട്ടോ.
പോരാ, ഇനി ചട്ടിയിൽ നിന്ന് ഒന്നും കൂടി കുറുകും. മതി മതി. ചോറുണ്ടോളിയും, ചോറ് എത്തേ കൊടുത്തള സമയം എത്രയായി? ഈ കാണിച്ചു കൊടുക്കട്ടാ. ആണോ അച്ഛനെ മുടി കെട്ടിയിട്ട് കാണിച്ചു തരാ. ഇതാ കൊണ്ട കൊണ്ട ദാ കേട്ടോ, കൊണ്ട കെട്ടിക്ക് കണ്ടോ കേട്ടോ. ഇഷ്ടായില്ല? ഞാനും അവള് മുടി വട്ടത്തിൽ ചിറ്റി കെട്ടിയിട്ട് പൂ വെച്ചിക്ക. പൊട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്നിട്ട് മുടി വെറുതെ ചിറ്റിയാണേ. എന്റെ വലിയ പൂവാ നീ എടുത്ത് ചെറിയ പൂവ് എടുത്ത് കണ്ടോ? അമ്മൂനെ കാണുമ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അമ്മൂന് പൂ ചൂടില്ല. അന്ന് പൂ കൊടുത്തിട്ട് കണ്ടു ഒരു സാധനം അമ്മൂന് വേണ്ട. അമ്മൂന് മാല വേണ്ട, പൊട്ട് വേണ്ട, കൺമഷി വേണ്ട, ഒന്നും അമ്മൂന് വേണ്ട. അമ്മു ഇങ്ങനെ ഒരു കെട്ടല് കെട്ടിയ അമ്മൂന്റെ കഴിഞ്ഞു. ചെറിയ പൊട്ടെങ്ങനെ ഞാൻ പൊട്ടിട്ടുണ്ടല്ലോ, സൂചിപ്പിന്നോണ്ട് കുറിയിട്ട് എങ്ങനെ അതുപോലെ. അല്ല അത് അമ്മ വെറും ചന്ദനക്കുറി മാത്രം ഇട്ടാന്നുള്ളൂ, പൊട്ടം ഇട്ടാറില്ല. ഇവിടെ ഒരു ചന്ദനക്കുറി ഇടും. പുട്ടും പാത്രം ആ പാത്രത്തിൽ 3 കഷ്ണം പുട്ടുണ്ടായില്. കുളിച്ചു കഴിഞ്ഞാൽ ഒരു ചന്ദനക്കുറി ഇട്ടിട്ടുള്ളൂ പോവുള്ളൂ രാവിലെ. ഞാൻ ചന്ദനക്കുറി ഇപ്പോഴും ഞാൻ ചന്ദനക്കുറി അത് ഇവിടുത്തെ അച്ഛനാണ്. ഞാൻ ചന്ദനക്കുറി മാത്രം ഇട്ടപ്പോൾ ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ പൊട്ടൊന്നും ഇല്ലേ, പൊട്ടിട്ടൂടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഈ പൊട്ടിടാൻ തുടങ്ങി. മറ്റേ അച്ഛന് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പൊട്ടിടാണ്ട്. അതേപോലെ വീട്ടിൽ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ വീട്ടിലത്തെ അച്ഛൻ പറഞ്ഞു, കണ്ടോ ശ്രീജ എൻ്റെ ഇടത്തേമേനെയാണ് കേട്ടോ പറയുക, കുളി കഴിഞ്ഞ് 37 കണ്ണെഴുതി പൊട്ടിട്ട് കുങ്കുമം ഇടും, പൗഡർ ഇടും. ഇടത്തേമ്മ കുളി കഴിഞ്ഞാൽ അവരത് ചെയ്യട്ടോ, അത് ചെയ്യാതെ ഇരിക്കുകയില്ല. അപ്പം ഞാൻ കുളി കഴിഞ്ഞാൽ എൻ്റെ കുളി കഴിഞ്ഞാൽ അറിയും കൂടി ഇല്ല, ഞാൻ കുളിച്ചക്കണോ കുളിച്ചിട്ടില്ലേന്നും കൂടി അറിയില്ല. പക്ഷേ എന്താ ചീത്ത അറിയും. കണ്ടോ മുടി കുളിപ്പിനൊക്കെ കെട്ടിയിട്ടില്ലമ്മ, എവിടേക്കെങ്കിലും പുറപ്പെട്ട് നിൽക്കുകയാണ് വിചാരിക്കുക അടുത്ത് നമ്മുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഇവിടെ ഏട്ടൻ്റെ പെങ്ങളും. അതങ്ങനെ പഠിഞ്ഞു. അതാ കുഞ്ഞാറ്റി അങ്ങനെ കുളി കഴിഞ്ഞാൽ വേഗം തലയൊക്കെ ഇവിടെ അനിയേട്ടൻ്റെ പെങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. കുളി കഴിഞ്ഞാൽ അവള് പൊട്ടും കൂറിയും ഒക്കെ ഇട്ടിട്ട് തന്നെ അവള് നടക്കുള്ളൂ. പക്ഷെ ഇക്കാ ശീലേ ഇല്ല, എനിക്കങ്ങനെ ഇതില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മളിന്ന് വീഡിയോയ്ക്ക് വരുമ്പോൾ ഒരു പൊട്ടിടണ്ടേ, വീഡിയോയ്ക്ക് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ശരിക്കും പൊട്ടും കൂടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കുങ്കുമം ഇടില്ല. അപ്പോൾ വീഡിയോയ്ക്ക് വരുമ്പോൾ അനിയേട്ടൻ പറയും ഇടയ്ക്കറിയാം അതൊക്കെ ഒന്ന് ഇട്ടൂടെ എന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരിക. അപ്പോഴാണ് ഓടിപ്പോയിട്ട് ഇടുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. പക്ഷെ അമ്മു കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ കുട്ടികൾക്ക്. നമ്മൾ പറയുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടോ, +2 ഒക്കെ എത്തി കോളേജിലേക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ മാറ്റം വരും, അപ്പോഴൊക്കെ അവൾക്ക് എല്ലാം വേണ്ടി വരും എന്നുള്ളത്. അപ്പം അങ്ങനെ വേണ്ടി വരട്ടെ. എത്ര ഒരു വള വാങ്ങി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ആ വളയൊന്നും ആ കുട്ടിയിടില്ല, ഒക്കെ ഇപ്പോൾ കൊള്ളാതെയായിട്ട് ഞാൻ പിന്നെ കൊടുത്തു. അത് എന്തിനാ വെറുതെ ഇവിടെ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം? അച്ചുട്ടിക്കും അല്ലമ്മ കുറച്ച് ഇപ്പൊ വളയിടാതിരുന്ന കയ്യിന്റെ ബട ബലം കൂടും. ബട ഒടിയില്ല, ബട ഒടിയാണെങ്കിൽ വളട്ടാ തന്നെ ഒടിയുള്ളൂ. പണ്ടൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ വളച്ചെടിച്ചുകൾ വന്നിട്ട് കൊണ്ട് ഒരു കറുപ്പ് ചരടും കൊണ്ടുണ്ട് ഒരു വലിക്കലുണ്ട്. 4 വലിയുണ്ട് വലിച്ച ബടണ്ട് ഓടയും. പക്ഷെ ഒരു മാങ്ങക്കൂട്ട വേറെ പാത്രത്തിൽ തന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, നമ്മുടെ പഴുത്ത മാങ്ങ കുറച്ച് കറി കുറച്ച് ചോറ് മാങ്ങക്കൂട്ടായിട്ടാ മാമ്പഴപ്പുളിച്ച് ഉണ്ടാക്കണ്ട. വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരുന്നു. ചിക്കൻ. അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. എനിക്കിന്ന് കോങ്ങാട് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കോങ്ങാട് പോകണം. ഇപ്പോൾ കോങ്ങാട് പോട്ടെ അല്ലേ? അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.